ആയിട്ട് ഉണ്ടാക്കിയെടുക്കാനായിട്ട് അവർക്ക് സാധിച്ചിട്ടുണ്ട്. ഇത് ലുലുവില് മാത്രമല്ല, ലോകത്തിലേത്, ഇനി വാൾമാർട്ട് ആയാലും ഐക്യ ആയാലും ഇതുപോലെയുള്ള സൂപ്പർ മാർക്കറ്റുകളിലെ അല്ലെങ്കിൽ വലിയ കച്ചവട സ്ഥാപനങ്ങൾക്ക് അവർ പിന്തുടർന്നു വരുന്ന ഒരു രീതിയാണ്. അപ്പൊ ഇതിന്റെ ഒക്കെ ഉദ്ദേശം എന്ന് പറയുന്നത് ഒന്നേ ഉള്ളൂ, ഇമ്പൾസ് പർച്ചേസിനെ കൂട്ടുക. കാരണം ഒരു സൂപ്പർ മാർക്കറ്റ് എടുത്തു കഴിഞ്ഞാൽ അവിടെ നടക്കുന്ന 10 സെയിൽസിൽ 5, അതായത് പകുതിയിലധികം ഇമ്പൾസ് പർച്ചേസസ് ആണ്. അവരുടെ ഏറ്റവും വലിയൊരു വരുമാന മാർഗം എന്ന് പറയുന്നത് ഇമ്പൾസ് പർച്ചേസസ് ആണ്. അപ്പൊ ആദ്യം ചെയ്യേണ്ടത് ബഡ്ജറ്റ് ചെയ്യുക, രണ്ടാമത് ഇമ്പൾസ് പർച്ചേസസ് ഒഴിവാക്കുക എന്നുള്ളതാണ്. നമുക്ക് അതിനു വേണ്ടിയിട്ട് ചെയ്യാൻ പറ്റുന്നത്, നീഡും വാണ്ടും തമ്മിൽ നമുക്കൊരു ചെറിയ രേഖ വരയ്ക്കുക എന്നുള്ളതാണ്. നീഡെന്ന് പറഞ്ഞാൽ നെസസിറ്റി ആണ്, വാണ്ടെന്ന് പറഞ്ഞാൽ ഡിസയർ ആണ്. അതായത് നീഡ് നമുക്ക് മാൻഡേറ്ററി ആയിട്ട് ആവശ്യമുള്ള സാധനവും, വാണ്ട് അത് ഇതിപ്പോ ഇല്ലെങ്കിലും നമുക്ക് മുന്നോട്ട് പോകാം എന്നുള്ളൊരു സംഭവമാണ്. അപ്പോൾ ഇമ്പൾസ് പർച്ചേസസ്, പെട്ടെന്നുള്ള തീരുമാനം പെട്ടെന്നുള്ള പർച്ചേസസ് ഒഴിവാക്കുക എന്നുള്ളതാണ് രണ്ടാമത്തേത്. മൂന്നാമത്തേത് ഡോണ്ട് നെഗ്ലക്ട് സേവിങ്സ്, അതായത് നീക്കിയിരിപ്പ് ഒഴിവാക്കാതിരിക്കുക. അപ്പൊ നിങ്ങൾ വിചാരിക്കുന്നുണ്ടാവും, എനിക്ക് മാസം 15,000 രൂപയാണ് കിട്ടുന്നത്, ഇതൊന്നും എനിക്ക് ഒന്നും സേവ് ചെയ്യാനില്ല, ഞാനൊരു 30,000 രൂപ അല്ലെങ്കിൽ ഒരു 50,000 രൂപ മാസ ശമ്പളം കിട്ടുന്ന ഒരു ജോലിയിൽ ഞാൻ സേവ് ചെയ്തോളാം, അല്ലെങ്കിൽ എനിക്ക് മാസം 7,000 രൂപയാണ് ശമ്പളം കിട്ടുന്നത്, അതും അല്ലെങ്കിൽ എനിക്ക് 5,000 രൂപയാണ് ശമ്പളം കിട്ടുന്നത്, എനിക്ക് നല്ല ശമ്പളം കിട്ടുന്ന ഒരു ജോലി കിട്ടിയിട്ട് ഞാൻ സേവ് ചെയ്തോളാം. 5,000 രൂപ കിട്ടിയിട്ട് അതിൽ നിന്ന് 500 രൂപ സേവ് ചെയ്യാൻ പറ്റാത്തയാള്, 15,000 രൂപ മാസം കിട്ടിയിട്ട് 1,500 രൂപ, അതായത് 10% സേവ് ചെയ്യാൻ പറ്റാത്തയാള്, ഇനി 20 ലക്ഷം രൂപ നിങ്ങൾക്ക് മാസം കിട്ടിയാലും 2 ലക്ഷം സേവ് ചെയ്യാൻ പോകുന്നില്ല. ഇതൊരു ഹാബിറ്റ് ആയിട്ട് ഇവഞ്ച്വലി ഡെവലപ്പായി വരേണ്ട ഒരു സംഗതിയാണ്. അപ്പോൾ സേവിങ്സ് അല്ലെങ്കിൽ നീക്കിയിരിപ്പ് എന്നതിനെ വളരെ സീരിയസ് ആയിട്ട് എടുക്കുക. നമുക്ക് കിട്ടുന്നതിൽ ഒരു നിശ്ചിത പെർസെൻറ്റേജ് എല്ലാ മാസവും മാറ്റി വെക്കാൻ ശ്രമിക്കുക. വലിയ ശമ്പളം കിട്ടിയിട്ട് അതിൽ നിന്ന് നീക്കി വെക്കുക എന്ന് പറഞ്ഞാൽ നടക്കുന്ന കാര്യമല്ല, അത് ഇതുവരെ നടന്നിട്ടുമില്ല. അടുത്തത് റെസിസ്റ്റ് ദ ഏർജ് ടു ഫോളോ ട്രെൻഡ്സ്. നമുക്ക് മാർക്കറ്റിൽ പല ട്രെൻഡ്സും മാറി മാറി വരുന്നുണ്ടാകും. അപ്പൊ നമുക്ക് എല്ലാവർക്കും മനുഷ്യ സഹജമാണ് ഈ ട്രെൻഡുകളെ ഫോളോ ചെയ്യുക എന്നുള്ളത്, മനുഷ്യ സഹജമാണ്. ഇവിടെ വലിയ ബ്രാൻഡുകളെല്ലാം നിലനിൽക്കുന്നത് മനുഷ്യന്റെ ഈ സൈക്കോളജിക്കൽ ഫിനോമിനെ ഡിപ്പെൻഡ് ചെയ്തുകൊണ്ട് തന്നെയാണ്. ഇപ്പൊ നിങ്ങൾ ഈ മധുരൈ ഗാർമെന്റ്സിന്റെ അതായത് പീറ്റർ ഇംഗ്ലണ്ട്, ലൂയി ഫിലിപ്പ് പോലെയുള്ള ഏത് ഔട്ട്ലെറ്റിൽ പോയാലും ഈ മാസമുള്ള സ്റ്റോക്ക് ആയിരിക്കില്ല അടുത്ത മാസം വരുന്നത്. എല്ലാ മാസവും ട്രെൻഡ് മാറിക്കൊണ്ടിരിക്കും, അല്ലെങ്കിൽ പുതിയ തുണിത്തരങ്ങൾ അവിടെ വന്നുകൊണ്ടിരിക്കും. ഇതുപോലെ തന്നെയാണ് ഏത് മേഖലകൾ എടുത്താലും. ഇപ്പൊ കാറിന്റെ കാര്യം തന്നെ എടുത്തു കഴിഞ്ഞാൽ മാരുതി സുസുക്കിയുടെ സ്വിഫ്റ്റ് ഒരു എക്സാമ്പിൾ ആയിട്ട് എടുത്തു കഴിഞ്ഞാൽ കഴിഞ്ഞ 2 വർഷം മുൻപ് വന്ന മോഡൽ ഈ വർഷം മാറിയിട്ടുണ്ട്. അപ്പൊ നമ്മൾ ഈ ട്രെൻഡ് ഫോളോ ചെയ്യുക എന്ന് പറയുന്നത് അപകടകരമായിട്ടുള്ള സംഭവമാണ്. നമുക്ക് ആവശ്യമുള്ള സാധനം മാത്രം ഫിൽട്ടർ ചെയ്തെടുക്കുക. അടുത്തത് റിസ്കി ആയിട്ടുള്ള ഇൻവെസ്റ്റ്മെന്റ്. അടുത്തായിട്ടുള്ളത് റിസ്കി ആയിട്ടുള്ള ഇൻവെസ്റ്റ്മെന്റ് ചെയ്യാതിരിക്കുക എന്നുള്ളതാണ്. അപ്പൊ എങ്ങനെയാണ് ഒരു റിസ്കി ഇൻവെസ്റ്റ്മെന്റിനെ കണ്ടെത്തുക എന്നുള്ളത് വളരെ ഒരു ട്രിക്കി ആയിട്ടുള്ള ഒരു സംഭവമാണ്. അതിന് ഞാൻ ഉപയോഗിക്കുന്ന ഒരു ഷോർട്ട് കട്ട് എന്ന് പറയുന്നത്, പണ്ട് നമ്മുടെ മലയാളത്തിൽ പറയില്ലേ, എനിക്കത് പെട്ടെന്ന് കിട്ടുന്നില്ല, അല്പലാഭം പെരിഞ്ചേതം എന്ന് പറയില്ലേ, അതുപോലെ വലിയ ലാഭം ഓഫർ ചെയ്യുന്ന ഏത് നിക്ഷേപ രീതിയും അത് നന്നായിട്ട് ആലോചിച്ച് മാത്രം അവിടേക്ക് ഇൻവെസ്റ്റ് ചെയ്യുക. നിങ്ങൾ ചിന്തിച്ച് നോക്കിയാൽ മതി, പണ്ട് നടന്ന 2015 നടന്ന ടോട്ടൽ ഫോയിൽ തട്ടിപ്പ്, അതുപോലെ ഈ അടുത്ത് നടന്ന ഈ പാതി വില തട്ടിപ്പ്, പകുതി വിലയ്ക്ക് സ്കൂട്ടർ എന്തൊക്കെ കൊടുക്കാമെന്ന് പറഞ്ഞ തട്ടിപ്പ്, പിന്നെ മോൺസൺ മാവുങ്കൽ നടത്തിയ തട്ടിപ്പ്, ഈ തട്ടിപ്പുകൾക്കൊക്കെ ഔട്ട്കം ആയിട്ട് ഈ തട്ടിപ്പ് നടത്തിയിരുന്നവർ പറഞ്ഞ എന്താണ്, നമുക്ക് വിശ്വസിക്കാൻ പറ്റാത്ത രീതിയിലുള്ള നേട്ടങ്ങളാണ്. ഇപ്പൊ നിങ്ങൾ ഈ ബിനോമോ ആപ്പ്, അല്ലെങ്കിൽ ബിഡിങ് ആപ്പുകൾ, പിന്നെ ഡ്രീം 11 ആപ്പ്, IPL-നോട് അനുബന്ധിച്ച് നടക്കുന്ന മറ്റ് ബിഡിങ് ആപ്പുകൾ, അതുപോലെ ഓൺലൈൻ റമ്മി, ഇതൊക്കെ നിങ്ങളൊന്ന് ചിന്തിച്ചു നോക്കിയാൽ മതി. ഇതിലൊക്കെ അവർ പറയുന്നത് വലിയ നേട്ടമാണ്. വലിയ നേട്ടം എന്ന് പറഞ്ഞാൽ വലിയ നേട്ടം. നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യുന്ന 100 രൂപയാണെങ്കിൽ നിങ്ങൾക്ക് 200-300 രൂപ വരെ, അല്ലെങ്കിൽ 50% മേലെ ലാഭം കിട്ടും. അപ്പോൾ വലിയ നേട്ടം കുറഞ്ഞ സമയത്തിൽ പറയുന്ന
ഏത് ഇൻവെസ്റ്റ്മെന്റ് ആണെങ്കിലും അത് അവിടെ വലിയ റിസ്ക് ഒളിച്ചിരിപ്പുണ്ട്, വലിയ റിസ്ക് ഒളിച്ചിരിപ്പുണ്ട്. അപ്പോൾ ഇങ്ങനെയുള്ള കാര്യങ്ങളിലേക്ക് ഒരു ഡിസിഷൻ എടുക്കുമ്പോൾ ചിന്തിച്ച് മാത്രം മുന്നിലേക്ക് പോകാൻ എന്നുള്ളതാണ്. അടുത്തതായിട്ട് നമ്മൾ ചെയ്യേണ്ടത് അവോയ്ഡ് ലേറ്റ് പേയ്മെന്റ്സ്. അതായത് ഈ ലേറ്റ് പേയ്മെന്റ്സ് എന്ന് പറഞ്ഞാൽ ഉദാഹരണം നമ്മൾ ചിലപ്പോൾ വാടകയ്ക്ക് താമസിക്കുന്നവരായിരിക്കും, അല്ലെങ്കിൽ ആരുടെങ്കിലും കയ്യിൽ നിന്നൊക്കെ നമ്മൾ കടം വാങ്ങിച്ചിട്ടുണ്ടാവും. അപ്പൊ ആ വാടകയായാലും കടം വാങ്ങിക്കുന്നതായാലും സമയത്ത് കൊടുക്കാൻ പരമാവധി ശ്രമിക്കുക. കാരണം ഈ ലേറ്റ് പേയ്മെന്റ് എന്ന് പറയുന്നത് ഒരു ഹാബിറ്റായി മാറും. നമ്മുടെ കയ്യിൽ ഇപ്പൊ പണം ഉണ്ടെങ്കിൽ തന്നെയും നമ്മൾ കൊടുക്കാനുള്ളവർക്ക് നമ്മൾ ലേറ്റായി കൊടുക്കൂ എന്നുള്ളൊരു ആ ഒരു ഹാബിറ്റിലേക്ക് നമ്മൾ എത്തും. ഇത് പേഴ്സണൽ ഫിനാൻസിന് അല്ലെങ്കിൽ ഒരു വ്യക്തിഗതമായിട്ടുള്ള ഫിനാൻഷ്യൽ മാനേജ്മെന്റിനെ വളരെ നെഗറ്റീവായിട്ട് ബാധിക്കുന്ന ഒന്നാണ്. കാരണം ഇതൊരു സ്വഭാവമായി മാറിക്കഴിഞ്ഞാൽ പിന്നീടുള്ള നമ്മുടെ ബാങ്ക് ലോണുകൾക്കും നമ്മൾ ഈ ഒരു രീതി തന്നെ ഫോളോ ചെയ്യും. ഈ രീതി ഫോളോ ചെയ്തു കഴിഞ്ഞാൽ നമ്മുടെ സിവിൽ സ്കോറിനെ അത് വളരെ മോശമായിട്ട് ബാധിക്കുകയും ചെയ്യും. അതേസമയം ഒരു കമ്പനിയെ സംബന്ധിച്ചിടത്തോളം ലേറ്റ് പേയ്മെന്റ് എന്ന് പറയുന്ന അതൊരു ടെക്നിക്കാണ്. അതായത് നമ്മൾ നമ്മൾ കൊടുക്കാനുള്ളതിനെ വൈകിപ്പിക്കുകയും ഇങ്ങോട്ട് കിട്ടാനുള്ളതിനെ പെട്ടെന്ന് വാങ്ങിച്ചെടുക്കുക എന്ന് പറയുന്നത് അതൊരു മാനേജ്മെന്റ് ടെക്നിക്കാണ്. പക്ഷെ പേഴ്സണൽ ഫിനാൻഷ്യൽ മാനേജ്മെന്റിലേക്ക് വരുമ്പോൾ ഈ ലേറ്റ് പേയ്മെന്റ് ഒഴിവാക്കുക എന്ന് പറയുന്നതാണ് ഏറ്റവും മികച്ചൊരു രീതി. ഇത്രയാണ് നമ്മൾ ഒഴിവാക്കേണ്ട കാര്യങ്ങൾ. ഇനി എങ്ങനെ ഒരു ഈ നീക്കിയിരിപ്പ് അല്ലെങ്കിൽ നമുക്ക് കിട്ടുന്നതിൽ നിന്ന് ഒരു പങ്ക് മാറ്റി വെക്കുന്നത് എങ്ങനെ ഒരു സ്വഭാവമാക്കി മാറ്റുക എന്നുള്ളതാണ്. ഒന്ന്, ഫൈനാൻഷ്യൽ എഡ്യൂക്കേഷനിൽ നിന്ന് തുടങ്ങുക. നമുക്ക് സ്കൂളിലോ അല്ലെങ്കിൽ കോളേജിലോ ഇനിയിപ്പോ ഫിനാൻസിൽ തന്നെ മാസ്റ്റേഴ്സും അണ്ടർ ഗ്രാജുവേറ്റ്സും ഒക്കെ ചെയ്യുന്നവരാണെങ്കിൽ തന്നെയും ഫൈനാൻഷ്യൽ എഡ്യൂക്കേഷൻ എന്ന് പറയുന്ന ഒരു സംഗതി, പേഴ്സണൽ ഫിനാൻസ് എന്നൊരു സംഗതി നമുക്ക് അവിടെ എവിടെയും കിട്ടുന്നില്ല. ഇപ്പൊ നിങ്ങൾ ബികോം ആണെങ്കിലും എംകോം ആണെങ്കിലും ഒക്കെ അവിടെ പറയുന്നത് എന്താണ്? ഫിനാൻഷ്യൽ മാനേജ്മെന്റ് അല്ലെങ്കിൽ സെക്യൂരിറ്റി അനാലിസിസ് അല്ലെങ്കിൽ പോർട്ട്ഫോളിയോ മാനേജ്മെന്റ് ഇങ്ങനെയുള്ള അല്ലെങ്കിൽ കോർപ്പറേറ്റ് ഫിനാൻസ് പോലെയുള്ള വിഷയങ്ങളാണ്. ഇവിടെ എവിടെയും ഫിനാൻഷ്യൽ മാനേജ്മെന്റ് പേഴ്സണൽ ഫിനാൻസ് കയറി വരുന്നില്ല. ഒരു ബാങ്കിൽ പോയി എങ്ങനെ ഒരു ഫോം ഫില്ല് ചെയ്യണമെന്ന് പോലും നമ്മൾ പലപ്പോഴും എക്സ്പീരിയൻസിൽ നിന്നാണ് പഠിക്കുന്നത്. അപ്പോ ഫൈനാൻഷ്യൽ എഡ്യൂക്കേഷനിൽ കൂടി നിന്ന് തുടങ്ങുക. അത് എങ്ങനെ തുടങ്ങണം എന്നുള്ളത് നമുക്ക് വരുന്ന സ്ലൈഡുകളിൽ ഞാൻ പറയാം. 2, ക്ലിയർ ആയിട്ടുള്ള ഗോളുകൾ വെക്കുക എന്നുള്ളതാണ്. ഇപ്പൊ മുതിർന്നവരാണെങ്കിൽ എനിക്ക് ഈ വർഷം ഇത്ര രൂപയുടെ നീക്കിയിരിപ്പ് എനിക്ക് ഉണ്ടാകണം എന്നൊരു ഗോൾ വെക്കുക. ഇനി കുട്ടികൾക്കാണ് ഇത് വേണ്ടതെങ്കിൽ, കുട്ടികളിലേക്കാണ് നിങ്ങൾക്ക് ഈ ഹാബിറ്റ് കൈമാറേണ്ടതെങ്കിൽ കുട്ടികളോട് നിങ്ങൾ പറയുക, ഈ വർഷം നീക്കി വെക്കുന്ന നിനക്ക് ഞാൻ മാതാപിതാക്കൾ നൽകുന്ന പോക്കറ്റ് മണിയിൽ നിന്നും ഇത്ര രൂപയാണ് നമ്മൾ നീക്കി വെക്കേണ്ടത് എന്നൊരു ക്ലിയർ ആയിട്ടുള്ള സ്പെസിഫിക് ആയിട്ടുള്ള ഗോൾ കൊടുക്കുക. ഈ ഗോൾ സെറ്റിംഗ് എന്ന് പറയുന്നത് അത് നമ്മുടെ വ്യക്തി ജീവിതത്തിലായാലും ഓൺട്രപ്രണോറിയൽ അല്ലെങ്കിൽ ഒരു കമ്പനിയെ ബേസ് ചെയ്തിട്ട് ആയാലും ഗോൾ സെറ്റിംഗ് എന്ന് പറയുന്നത് ഭയങ്കര ഇമ്പോർട്ടന്റ് ആണ്. ഗോൾ സെറ്റ് ചെയ്യുമ്പോൾ നമുക്ക് നേടാനാകാത്തത് അല്ലെങ്കിൽ അച്ചീവ് ചെയ്യാൻ പറ്റാത്ത ഗോൾ സെറ്റ് ചെയ്യാതിരിക്കാൻ ശ്രമിക്കുക. ഒരു മാസം 30,000 രൂപ വരുമാനമുള്ള ആള് എനിക്ക് ഈ വർഷം എനിക്ക് 30 ലക്ഷം രൂപ സേവ് ചെയ്യണം എന്നുള്ള ഒരു ഗോൾ അത് അച്ചീവ് ചെയ്യാൻ പറ്റാത്തതാണ്. അങ്ങനെ ഒരു ഗോൾ വെച്ചിട്ട് കാര്യമില്ല. അപ്പൊ ഗോൾ സെറ്റ് ചെയ്യുന്ന സമയത്ത് നമ്മൾ ചിന്തിക്കേണ്ടത് ഇത് എന്നെ കൊണ്ട് അച്ചീവ് ചെയ്യാൻ പറ്റുമോ ഇല്ലേ എന്നുള്ളത് മാത്രം ചിന്തിക്കുക. കുട്ടികൾക്കാണെങ്കിലും അവർക്ക് അച്ചീവ് ചെയ്യാൻ പറ്റുന്ന രീതിയിലുള്ള ഗോളുകൾ മാത്രം കൊടുക്കുക. ഇനി അടുത്തത് കുട്ടികൾക്ക് വേണ്ടി മാത്രമുള്ളതാണ്. അതായത് നമുക്ക് ഈ പണപ്പെട്ടികളുണ്ടല്ലോ, നമ്മുടെ ഈ എന്താണ് വാട്ടർ ടാങ്കിന്റെ ഒക്കെ രൂപത്തിൽ നമുക്ക് കിട്ടുന്ന പണപ്പെട്ടികളുണ്ടല്ലോ, ഒരു ചെറിയ 30 രൂപയ്ക്കോ 40 രൂപയ്ക്കൊക്കെ കടകളിൽ കിട്ടുന്ന പണപ്പെട്ടികൾ. അപ്പോ ഇതിന്റെയൊക്കെ സാധാരണഗതിയിലുള്ള ഒരു സ്വഭാവം എന്ന് പറയുന്നത് ട്രാൻസ്പെറന്റ് അല്ല, നമുക്ക് അകം കാണാൻ കഴിയാത്ത രീതിയിലുള്ളതാണ്. ഇപ്പൊ ഈ മണ്ണിന്റെ ഉണ്ടാവും, പ്ലാസ്റ്റിക്കിന്റെ ഉണ്ടാവും. ഇതിന്റെയൊക്കെ പ്രശ്നം ഇത് നമുക്ക് അകം കാണാൻ കഴിയുന്നതല്ല. നമ്മുടെ കുട്ടികളിൽ ഈ മണി സേവിങ് ഒരു ഹാബിറ്റായിട്ട് വളർത്തിയെടുക്കാൻ ഏറ്റവും കൂടുതൽ എഫക്റ്റീവ് ആയിട്ടുള്ളൊരു മെത്തേഡ് എന്ന് പറയുന്നത് തന്നെ ഈ പിഗ്ഗി ബാങ്കുകളുടെ യൂസേജ് ആണ്. അപ്പൊ നിലവിലുള്ള പിഗ്ഗി ബാങ്കുകളുടെ ഒക്കെ പ്രശ്നം ഇത് ട്രാൻസ്പെറന്റ് അല്ല എന്നുള്ളതാണ്. അപ്പൊ ട്രാൻസ്പെറന്റ് അല്ലെങ്കിൽ എന്താണ് പ്രശ്നം എന്ന് ചോദിച്ചാൽ നമ്മൾ ഓരോ രൂപയും അല്ലെങ്കിൽ നോട്ടുകളും ഒക്കെ കുട്ടികൾ കൊണ്ടുവന്നിടുമ്പോൾ അവർക്ക് അതിന്റെ വെയിറ്റ് ഇങ്ങനെ എടുത്ത് നോക്കിയാൽ മാത്രമാണ് എന്തോരം ഉണ്ട് എന്നുള്ളതിനെ കുറിച്ചൊരു ധാരണ കിട്ടുക. അതേസമയം ഒരു
ക്ലിയർ ജാർ, അതായത് ട്രാൻസ്പെറന്റ് ആയിട്ടുള്ള ഗ്ലാസ് കൊണ്ട് ഉണ്ടാക്കിയിട്ടുള്ള ഒരു ജാറാണ് ഈ പിഗ്ഗി ബാങ്ക് ആയിട്ട് അല്ലെങ്കിൽ നിക്ഷേപ പെട്ടിയായിട്ട് ഉപയോഗിക്കുന്നതെങ്കിൽ അത് അവരെ ഒരുപാട് വലിയ രീതിയിൽ മോട്ടിവേറ്റ് ചെയ്യുമെന്നാണ് പഠനങ്ങളൊക്കെ സൂചിപ്പിച്ചിട്ടുള്ളത്. അടുത്തത് ബഡ്ജറ്റിംഗ് ടൂൾസ്. അത് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ വരവും ചിലവും എഴുതി സൂക്ഷിക്കുക. കുട്ടികളാണെങ്കിലും മുതിർന്നവരാണെങ്കിലും കുട്ടികൾക്ക് പോക്കറ്റ് മണി ആയിട്ട് കിട്ടുന്ന പണം അവർ എങ്ങനെയാണ് ചെലവഴിക്കുന്നതെന്ന് ഓരോ രൂപയുടെയും കണക്ക് വെച്ചിട്ട് ബഡ്ജറ്റ് ചെയ്യുക. വരവും ചിലവും ടാലി ആകുന്നുണ്ടെന്ന് ഉറപ്പുവരുത്തുക. അടുത്തത് ഒരു സേവിങ്സ് പ്ലാൻ എൻകറേജ് ചെയ്യുക. ഇപ്പൊ കുട്ടികൾക്ക് വേണ്ടിയിട്ടുള്ള നിരവധി പ്ലാനുകൾ പോസ്റ്റ് ഓഫീസിലും മറ്റും അവൈലബിൾ ആണ്. നാഷണലൈസ്ഡ് ആയിട്ടുള്ള ദേശസാത്കൃത ബാങ്കുകളിൽ അവൈലബിൾ ആണ്. അപ്പൊ ഇവിടങ്ങളിലൊക്കെ മുതിർന്നവരായാലും കുട്ടികളായാലും അങ്ങനെയുള്ള സേവിങ്സ് പ്ലാനിലേക്ക് അവരെ ചേർക്കാൻ മോട്ടിവേറ്റ് ചെയ്യിക്കുക. അപ്പൊ കുട്ടികളെ എന്തിനു ഇതിലേക്ക് ചേർക്കണമെന്ന് ചോദിച്ചാൽ ഞാൻ പറഞ്ഞല്ലോ, അപ്പൊ ബാങ്കിൽ പോയൊരു സേവിങ്സ് അക്കൗണ്ടിലേക്ക് കുറച്ച് കാശിടണം. ഇതൊന്നും നമ്മുടെ എവിടെയും പഠിപ്പിക്കുന്നില്ല. അപ്പോൾ വളരെ ചെറിയ പ്രായത്തിൽ ഇതൊക്കെ പഠിച്ചു വന്നാലാണ് മുതിർന്നവരാകുമ്പോൾ അവർക്ക് ഇതിനൊരു ഈസ് ഓഫ് ഡൂയിങ് ഉണ്ടാവുന്നത്. അതുപോലെ മറ്റൊരു ബെനിഫിറ്റ് എന്ന് പറയുന്നത് ഈ ബാങ്കിങ്ങിൽ തന്നെ നിരവധി ടേമുകളുണ്ട്. ഡെബിറ്റ്, ക്രെഡിറ്റ്, സേവിങ്സ് അക്കൗണ്ട്, ക്രെഡിറ്റ് അക്കൗണ്ട്, പിന്നെ FD, CD, ഇങ്ങനെ നിരവധിയായിട്ടുള്ള ടെർമിനോളജീസ് ഉണ്ട്. അപ്പൊ കുട്ടികളെ ഇതിനൊക്കെ ഒന്ന് ഫെമിലിയർ ആക്കി എടുക്കുന്നതിനും ഒരു സേവിങ്സ് പ്ലാനിൽ അവരെ ചേർക്കുന്നത് ഉപകരിക്കും. അടുത്തത് പ്രയോറിറ്റൈസ് ചെയ്യുക എന്നുള്ളതാണ്. നമുക്ക് എന്തൊക്കെയാണ് ആവശ്യങ്ങളെന്ന് നമ്മൾ എഴുതി സൂക്ഷിക്കണമെന്ന് പറഞ്ഞല്ലോ ബഡ്ജറ്റിങ്ങിന്റെ ഭാഗമായിട്ട്. ഇതിൽ നിന്നും പ്രയോറിറ്റൈസ് ചെയ്യുക. അതായത് ഏറ്റവും അത്യാവശ്യമുള്ളത് ഏതാണ്, ഈ മാസം ഇനിയിപ്പോൾ ഇതിനു വേണ്ടി പണം ചെലവഴിച്ചില്ലെങ്കിലും കുഴപ്പമില്ല എന്നുള്ള രീതിയിൽ നിങ്ങൾ പ്രയോറിറ്റൈസ് ചെയ്ത് മാത്രം ചെലവഴിക്കുക. അടുത്തത് വീണ്ടും കുട്ടികളിലേക്ക് വരികയാണ്. കുട്ടികളോട് നിങ്ങളെ കുട്ടികൾക്കൊരു ഗോൾ കൊടുത്തു. ഇത്ര രൂപ നീ അല്ലെങ്കിൽ ഇത്ര രൂപ ഈ വർഷം നീക്കി വെക്കണമെന്നൊരു ഗോൾ കൊടുത്തു, അല്ലെങ്കിൽ ഈ മാസം നീക്കി വെക്കണമെന്നൊരു ഗോൾ കൊടുത്തു, ഒരു ക്ലിയർ ജാറ് കൊടുത്തു. അപ്പൊ അവർ ആ ഗോൾ അച്ചീവ് ചെയ്യുകയാണെങ്കിൽ ഒരു റിവാർഡ് കൊടുക്കുക. റിവാർഡ് എന്തുവാകാം. ഒരു ഐസ്ക്രീം വാങ്ങിച്ചു കൊടുക്കുകയോ അല്ലെങ്കിൽ ഒരു നല്ല വാക്ക് പറയുകയോ അതും അല്ലെങ്കിൽ ഒരു 10 രൂപ അല്ലെങ്കിൽ 20 രൂപ വീണ്ടും കൊടുക്കുകയോ ആ രീതിയിലുള്ള ഒരു റിവാർഡ് കൊടുക്കാം. ഇതൊക്കെ ഉണ്ടാക്കുന്ന ഒരു മോട്ടിവേഷൻ എന്ന് പറയുന്നത് വളരെ വലുതാണ്. ഒരു ഹെഡോണിക് അല്ലെങ്കിൽ യൂട്ടിലിറ്റേറിയൻ ഹെഡോണിക് മോട്ടിവേഷൻ ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു സംഗതിയാണ് ഈ റിവാർഡ് കൊടുക്കുക എന്ന് പറയുന്നത്. അതുപോലെ തന്നെ കുട്ടികളുമായിട്ട് നിങ്ങൾ അല്ലെങ്കിൽ പാരൻസ് കുട്ടികളുമായിട്ട് ഫ്യൂച്ചറിനെ കുറിച്ച് അല്ലെങ്കിൽ ഭാവിയിലെ നിങ്ങളുടെ സാമ്പത്തിക പദ്ധതികളെ കുറിച്ചൊക്കെ ഡിസ്കസ് ചെയ്യുക. അതും അവരെ കൊണ്ട് കൂടുതലായിട്ട് ഈ മേഖലയിൽ ചിന്തിപ്പിക്കുന്നതിന് അവരെ പ്രാപ്തരാക്കും. ഏറ്റവും ഒടുവിലായിട്ട് നമുക്ക് വേണ്ടത്, ഏറ്റവും ഒടുവിൽ പറയുന്നെങ്കിലും ഇതാണ് ഏറ്റവും ഇമ്പോർട്ടൻറ്റ്, നമുക്കൊരു എമർജൻസി ഫണ്ട് എന്ന് പറയുന്ന ഒരു ഫണ്ട് നമുക്ക് നമ്മുടെ കയ്യിലുണ്ടാവണം. മുതിർന്നവർക്കാണെങ്കിൽ അതിന്റെ ഒരു കണക്കെന്ന് പറയുന്നത്, എന്റെ ശമ്പളം മാസം 10,000 രൂപയാണ്, 12 മാസത്തെ എന്റെ ശമ്പളം എന്ന് പറയുന്നത് 1,20,000 രൂപയാണ്. അങ്ങനെയെങ്കിൽ 6 മാസത്തെ ശമ്പളം എമർജൻസി ഫണ്ട് ആയിട്ട് എപ്പോഴും എടുക്കാൻ പറ്റുന്ന രീതിയിൽ മാറ്റിവെക്കുക എന്ന് പറയുന്നതാണ് കോമൺ ആയിട്ട് ഫോളോ ചെയ്ത് വരുന്നൊരു റൂൾ. ഇതെന്താണ് എമർജൻസി ഫണ്ട് എന്ന് ചോദിച്ചാൽ, നമുക്ക് എന്തെങ്കിലും ഒരു എമർജൻസി ഉണ്ടായി, ഒന്നുകിൽ ഹോസ്പിറ്റൽ കേസ് ഉണ്ടായി, അല്ലെങ്കിൽ ജോലിയിൽ നിന്നും മറ്റ് എന്തെങ്കിലും കാരണം കൊണ്ട് നമ്മളെ പിരിച്ചു വിട്ടു. അപ്പോ ഈ അടുത്തൊരു 6 മാസത്തേക്ക് നമുക്ക് ജീവിക്കാൻ വേണ്ട തുക, അതാണ് എമർജൻസി ഫണ്ട് എന്ന് പറയുന്നത്. ഇപ്പൊ നമ്മൾ കേൾക്കുന്നുണ്ടാവും, പലപ്പോഴും നമ്മളൊക്കെ ചിന്തിക്കുന്നുണ്ടാവും 6 മാസത്തെ പോയിട്ട് 1 മാസത്തെ കാശ് പോലും നീക്കിവെപ്പായിട്ട് ഉണ്ടാവുന്നത് ബുദ്ധിമുട്ടാണെന്ന്. പക്ഷേ ഇങ്ങനെ ഒരു എമർജൻസി ഫണ്ട് ഉണ്ടെങ്കിലുള്ള ഒരു ഉപയോഗം എന്ന് പറയുന്നത്, നിങ്ങളൊരു കടക്കണിയിൽ അല്ലെങ്കിൽ നിങ്ങളൊരു സാമ്പത്തികമായിട്ടൊരു മോശം സാഹചര്യത്തിലേക്ക് വന്ന് പെട്ടുപോയാൽ നിങ്ങളെ വല്ലാണ്ട് സഹായിക്കാൻ എമർജൻസി ഫണ്ടുകൾക്കാവും. ഇനി കുട്ടികൾക്കാണെങ്കിൽ, ഇപ്പൊ കുട്ടികളുടെ പ്രധാനമായിട്ടുള്ള ഫൈനാൻഷ്യൽ സോഴ്സ് എന്ന് പറയുന്നത് പാരന്റ്സ് ആയിരിക്കുമല്ലോ, പാരന്റ്സോ അല്ലെങ്കിൽ ഗാർഡിയനോ ആയിരിക്കുമല്ലോ. അപ്പോൾ കുട്ടികൾ എന്തിനാണ് എമർജൻസി ഫണ്ട് കയ്യിൽ കരുതുന്നതെന്ന് പറഞ്ഞാൽ, ഒരു പക്ഷേ പാരന്റ്സിന് നിങ്ങളെ പെട്ടെന്ന് നിങ്ങൾക്ക് ഒരു ഫിനാൻഷ്യൽ അസിസ്റ്റൻസ് തരാൻ കഴിയാത്തൊരു സാഹചര്യം, സ്ഥലത്തില്ലാതെ വരികയോ മറ്റോ ചെയ്തു കഴിഞ്ഞാൽ നിങ്ങളുടെ കാര്യം മുടക്കില്ലാതെ നടക്കണം. അപ്പൊ അതാണ് കുട്ടികൾക്ക് എമർജൻസി ഫണ്ട് കൊണ്ടുള്ള ഉപയോഗം എന്ന് പറയുന്നത്. അപ്പോൾ എമർജൻസി ഫണ്ട് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. മറ്റൊരു കാര്യം എന്ന് പറയുന്നത്, നമ്മളെപ്പോഴും സേവിങ്സിനെയും ഇൻവെസ്റ്റ്മെന്റിനെയും ഒന്നായിട്ടാണ് കാണുന്നത്. പക്ഷെ ഇത് രണ്ടും തമ്മിൽ വലിയ വ്യത്യാസമുണ്ട്, വലിയ വ്യത്യാസം. ഞാൻ കുറച്ച് കാശ് എൻ്റെ സേവിങ്സ് അക്കൗണ്ടിൽ ഇടുന്നത് സേവിങ്സ് ആണ്. അതേസമയം അത്രയും എമൗണ്ട് തന്നെ അതേ ബാങ്കിലെ എൻ്റെ അക്കൗണ്ടിൽ ഫിക്സഡ് ഡെപ്പോസിറ്റ് ആയിട്ട് ഇടുന്നത് ഇൻവെസ്റ്റ്മെന്റ് ആണ്. അല്ലെങ്കിൽ ഞാനൊരു ഷെയറിൽ ഇൻവെസ്റ്റ് ചെയ്യുന്നത്
അതൊരു ഇൻവെസ്റ്റ്മെന്റ് ആണ്. ഇത് തമ്മിലുള്ള ഡിഫറൻസ് എന്ന് പറഞ്ഞാൽ സേവിങ്സിൽ ഞാൻ ക്യാപിറ്റൽ അപ്രീസിയേഷൻ എന്റെ ലക്ഷ്യമല്ല, ഇൻവെസ്റ്റ്മെന്റിൽ ക്യാപിറ്റൽ അപ്രീസിയേഷൻ ആണ് എന്റെ ലക്ഷ്യം. ഇത്രയേ ഉള്ളൂ. ഞാൻ സേവിങ്സ് അക്കൗണ്ടിൽ ഇടുന്ന കാശിന് ഞാനൊരു വരുമാനവും പ്രതീക്ഷിക്കുന്നില്ല. ആ പണം എനിക്ക് അടുത്ത വർഷവും അതുപോലെ തന്നെ അവിടെ കിടന്നാൽ മതി, അല്ലെങ്കിൽ അടുത്ത മാസം അതുപോലെ തന്നെ കിടന്നാൽ മതി. ഇൻവെസ്റ്റ്മെന്റിൽ ഞാൻ ഇൻവെസ്റ്റ് ചെയ്യുന്നത് എനിക്ക് ലാഭം കിട്ടാനാണ്. എനിക്ക് അതാണ് നമ്മൾ ലാഭേച്ഛ ഇല്ലാതെയുള്ള നീക്കിവെപ്പുകളാണ് സേവിങ്സ് എന്നും, ലാഭേച്ഛയോട് കൂടിയതിനെ ഇൻവെസ്റ്റ്മെന്റ് എന്നും പറയും. ഇപ്പൊ എമർജൻസി ഫണ്ടിലുള്ള കാശ് എന്ന് പറയുന്നത് നമുക്ക് സേവിങ്സ് ആയിട്ട് ഇട്ടേക്കേണ്ടതാണ്, എപ്പോഴും നമുക്ക് പോയി എടുക്കണം, ലിക്വിഡ് ആയിട്ട് എപ്പോഴും അവൈലബിൾ ആയിരിക്കണം. ഇൻവെസ്റ്റ്മെന്റ് എന്ന് പറയുന്നത് ഒരിക്കലും അങ്ങനെ ആവരുത്, അങ്ങനെ ആകേണ്ട കാര്യമില്ല. ലിക്വിഡ് ആവണമെന്നുള്ള കാര്യമില്ല, പെട്ടെന്ന് നമുക്ക് പിൻവലിക്കാൻ പറ്റണമെന്നുള്ളതില്ല. നമ്മൾ ഇൻവെസ്റ്റ്മെന്റിനെ കുറിച്ച് പറയുമ്പോൾ ടിപ്പിക്കലായിട്ട് പറഞ്ഞു വരുന്ന ഒരു കാര്യമാണ് ഡോണ്ട് പുട്ട് ഓൾ യുവർ എഗ്സ് ഇൻ എ സിംഗിൾ ബാസ്കറ്റ്. നമ്മൾ ഒരൊറ്റ കൂടയിൽ കുറച്ചധികം മുട്ടയും ഇട്ടുകൊണ്ട് ഒരു സ്ഥലത്തേക്ക് പോവാണെന്ന് വിചാരിക്കുക. ഈ ചിത്രത്തിൽ കാണുന്നത് പോലെ ഈ ഒരു മുട്ട തറയിൽ വീണ് കഴിഞ്ഞാൽ കയ്യിലുള്ള മുട്ട മൊത്തം പൊട്ടിപ്പോകും, സ്വാഭാവികമാണല്ലോ. ഇതുപോലെയാണ് നിങ്ങളുടെ ഇൻവെസ്റ്റ്മെന്റ് എല്ലാം കൂടെ ഒരു ഇൻവെസ്റ്റ്മെന്റ് ടൂളിൽ കൊണ്ടുവന്ന് നിക്ഷേപിക്കുന്നത്. നമ്മൾ പലപ്പോഴും ഈ സാമ്പത്തിക തട്ടിപ്പ് അല്ലെങ്കിൽ നിക്ഷേപ തട്ടിപ്പുകളൊക്കെ കാണുമ്പോൾ പലരുടെയും വളരെ വിഷമകരമായിട്ട് സാഹചര്യം നമ്മൾ കാണാറുണ്ട്. ഞാൻ 25 കൊല്ലം അല്ലെങ്കിൽ 50 കൊല്ലം ജോലി ചെയ്ത കാശാണ് ഇവിടെ കൊണ്ടിട്ടത്, അവരെല്ലാം കൂടെ കൊണ്ടുപോയി. അല്ലെങ്കിൽ മകളെ കെട്ടിക്കാൻ അല്ലെങ്കിൽ മകന്റെ വിവാഹ ആവശ്യത്തിന് വേണ്ടി കരുതിയിരുന്ന കാശാണ് ഞാൻ ഇവിടെ കരുതിയിരുന്നത്, അതെല്ലാം പോയി. അതിനുള്ള കാരണം എന്താണെന്ന് വെച്ചാല് നമ്മുടെ ലൈഫ് ലോങ് ഉണ്ടാക്കിയ എല്ലാ സമ്പത്തും അല്ലെങ്കിൽ പണവും നമ്മൾ ഒരു സാധനത്തിലാണ് അല്ലെങ്കിൽ ഒരു സ്ഥാപനത്തിലാണ് അല്ലെങ്കിൽ ഒരു ഇൻവെസ്റ്റ്മെന്റ് ടൂളിലാണ് നിക്ഷേപിച്ചത്. ഞാൻ ഒരു സഹകരണ ബാങ്കിൽ, ഇപ്പൊ കരുവന്നൂർ തട്ടിപ്പൊക്കെ, കരുവന്നൂർ